ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഏപ്രിൽ 10. എന്താ പറയുക, ഇന്നൊരു പ്രത്യേക ദിവസമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം. എന്താണ് എൻ്റെ വെഡ്ഡിങ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 കൊല്ലം പൂർത്തിയായി. അപ്പം എനിക്ക് തന്നെ ആശംസ പറയാം, ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്കിന്ന് ഭയങ്കരമായിട്ടൊരു സസ്പെൻസ് ഉണ്ട്. മക്കൾ തരാൻ വേണ്ടി എന്നെ വിളിച്ചു. അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞാൽ കുഞ്ഞു മക്കളാണ്, അവരെ കൊണ്ട് തരാൻ പറ്റിയ ഒരു സസ്പെൻസും റെഡിയാക്കി വെച്ചിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പം ഇതാ എൻ്റെ മക്കൾ എനിക്ക് സസ്പെൻസ് തരാൻ ഉണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? എന്ത് ഭംഗിയായിട്ട് അവർ ഒരു കേക്ക്, അടിപൊളിയല്ലേ, ഇത്ര ക്രിയേറ്റീവായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. കണ്ടോ, ഇത്ര ഭംഗിയായിട്ടൊരു കേക്ക് എനിക്ക് അവരുണ്ടാക്കി അവരെന്നെ വിളിച്ചതാണ് കേട്ടോ. അപ്പം അല്ലേ, ആ അമ്മച്ചിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഉപ്പച്ചിക്ക് മക്കൾ തന്നൊരു സസ്പെൻസാണ് കേട്ടോ. കണ്ടോ, ഇത് മോനെ, ഇതാരുടെ, ഇത് അപ്പൂസിൻ്റെ അല്ലേ, ഇത് അപ്പൂസിൻ്റെയാണ്. ഇത് അപ്പൂസ് അടിപൊളി കേട്ടോ, നല്ല പോലെ നിങ്ങളിത് ഷേപ്പ് രണ്ടുപേരുടെ മോനെ രണ്ടും ഒരേപോലെയാണ്. ഇവർ കണ്ട, ഇവർ പറയുകയാണേ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരുടെയാണെന്ന് പറയാനേ. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇത് വന്നപ്പം ലവ് 3 ഇതൾ അല്ലേ, പിന്നെ ഒരു പൂവ്. അപ്പോൾ ഇതെന്താ, ഇതും അതേപോലെ തന്നെ ലവ് ആണ്, ഷേപ്പ് 3 ഇതളുമാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? അപ്പം ഗേസ് നിങ്ങൾ പറയൂ. അപ്പം ഇല്ല, എനിക്ക് രണ്ടും ഒരുപോലെയാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരേപോലെയാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ഉണ്ട്, ഇവരിങ്ങനെയാണ് കേട്ടോ എന്നെ സമ്മർദ്ദത്തിലാക്കും. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം എന്താ പറയുക, ഇതിന് കുറച്ച് വെള്ളം, ഞാൻ പറഞ്ഞുതരാം. ഇതിന് കുറച്ച് വെള്ളം കുറവുണ്ട്, കുറച്ച് കട്ടിയുണ്ട്, അങ്ങനെ പറയാൻ പറ്റും. ഇത് കുറച്ച് കനം കുറഞ്ഞുകൊണ്ട് അല്ലേ, കുറച്ച് ഇത്തിരി വെള്ളമയം കൂടിയിട്ടുണ്ടോ എന്ന് സംശയം മാവിൽ. ഇതിൻ്റെ ഒരു ഭാഗം കുറച്ച് എന്താ പറയുക, കഷ്ടം കേട്ടോ. അവർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് പറയണമല്ലോ. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് വീതിയുണ്ട്, ഈ ഭാഗത്ത് കുറച്ച് വീതി കുറഞ്ഞിട്ടുമുണ്ട് അല്ലേ. അപ്പം ജഡ്ജ്മെൻറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ നിൽക്കുന്നത് ഇതാണ്. അല്ലല്ല, ഇവിടെയും കുറച്ച് വീതി കുറവുണ്ട്, പക്ഷെ എന്നാലും ഇവിടെ ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലവ് ഷേപ്പിൽ കുറച്ച് ഇതാക്കിയിട്ടുണ്ട്. അത് ഓക്കെ. പക്ഷെ ഇത് അത്രയും അങ്ങോട്ട് ലവിൻ്റെ ആ ഒരു ഉള്ളിലോട്ട് കുറച്ചൊരു ഇതുണ്ടല്ലോ, ആ ഷേപ്പ് അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ. അപ്പോൾ രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നോട് വീണ്ടും ചോദിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ്. ഞാനപ്പോൾ എന്താ പറയുക ഗേസ്, അപ്പോൾ നിങ്ങൾ പറയുന്നത് അവൾക്ക് നിർബന്ധം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് പറയണം. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. രണ്ടിൻ്റെയും പോരായ്മകൾ ഞാൻ നല്ലതും ചീത്തയും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏത് കാര്യം ഇവർ ചെയ്താലും ഞാൻ അങ്ങനെയൊക്കെ തന്നെ നല്ലതും പറയും, പന്നലും പറയും. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറയും, ഇഷ്ടമാണ് ഇഷ്ടം. പക്ഷെ ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടല്ലേ, ആ മണ്ണിനകത്ത് അവർ അത്രയും ക്രിയേറ്റ് ചെയ്തെടുത്തത്, ആ 3 ഇതളായിട്ടൊക്കെ ക്രിയേറ്റ് എടുത്തത് എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്കിന്ന് കേക്ക് കട്ട് ചെയ്യാം. എന്തായാലും അവർ റെഡിയാക്കി വെച്ചതല്ലേ, അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തേക്കാം അല്ലേ. അവരുടെ കേക്ക് ഹൗസിൽ നിന്നും ഉമ്മച്ചിക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ വകയായിട്ട് കേക്ക്. അപ്പം ഐ ആം സോ വെരി ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. താങ്ക് യു. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. ഓക്കെ, താങ്ക് യു. അപ്പം ഞാൻ ഇവർക്കൊന്ന് കേക്ക് കട്ട് ചെയ്ത് നോക്കട്ടെ. ആദ്യം ഏത് കേക്ക് കട്ട് ചെയ്യണം? ഇഷ്ടമുള്ള അത് കേക്ക് കട്ട് ചെയ്താൽ ഇങ്ങനെ അങ്ങ് വെച്ചാലോ. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഭംഗി അങ്ങ് പോകും. കട്ട് ചെയ്താൽ എന്തായാലും നമ്മൾ കഴിക്കത്തില്ല അല്ലേ. അപ്പം കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയ കേക്കാണ് അല്ലേ, അത് നമ്മൾ കട്ട് ചെയ്ത് ഇതാക്കണ്ട, കുളമാക്കണ്ട. അപ്പം ഓക്കെ ഗേസ്, അപ്പം നിങ്ങൾക്ക് കേക്കിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. കാരണം ഏതാണ് ഇഷ്ടം, ഏതാണ് കൊള്ളാത്ത, അങ്ങനെയൊക്കെ എന്തെങ്കിലേ പറയാം കേട്ടോ. കുഴപ്പമില്ല. നമ്മൾ നല്ലതും ചീത്തയൊക്കെ പറയണമല്ലോ അല്ലേ പൊന്നൂസിന് ഭയങ്കര ഇതാണ് കേട്ടോ. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം, നല്ല അഭിപ്രായങ്ങളൊക്കെ പറയണം പൊന്നൂസിന് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓക്കെ, താങ്ക് യു. അപ്പം ഗേസ്, ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്നോട് ഇപ്പോഴാണ് പറയുന്നത്. കാരണം
ആദ്യം ഈ കേക്കിൻ്റെ അടുത്താണ് മോൻ നിന്നത്. മോൻ ഉണ്ടാക്കിയ കേക്ക് ഇതെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് മോള് ഇവിടെ ഈ കേക്കിൻ്റെ അടുത്താണ് നിന്നത്. ഈ കേക്കാണ് മോളുണ്ടാക്കിയതെന്നാണ് പറഞ്ഞത്. അപ്പം പക്ഷെ നേരെ തിരിച്ചാണ് സംഭവം. നേരെ തിരിച്ചാണ്. ഇവർ രണ്ടുപേരും നിന്നത് രണ്ടുപേരുടെയും കേക്കിൻ്റെ അടുത്തല്ലായിരുന്നു. അത് അവരുടെ ഒരു പരീക്ഷണമായിരുന്നു. കാരണം ഭയങ്കര ട്രിക്ക. ഉമ്മച്ചി ആരുടെ കേക്കാണ് നല്ലതെന്ന് പറയണമല്ലോ. അപ്പം അവൻ്റെ കേക്കാണ് നല്ലതെന്ന് പറഞ്ഞാൽ അവളുടെ കേക്ക് നല്ലത്. ഓക്കെ, അവളുടെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഓക്കെ. അപ്പം മനസ്സിലായല്ലോ. അപ്പം ഇതിൻ്റെ ട്വിസ്റ്റ് ഇവിടെ ഇവരെന്നെ പറ്റിച്ചു. രണ്ടുപേരോട് എനിക്ക് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് മക്കൾ എന്നെ പറ്റിച്ചു. ഓക്കെ, താങ്ക് യു ഗൈസ്.